ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാം ഏവരും അടിയുറച്ചു വിശ്വസിക്കുന്നു ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യൻ്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്തുകൊണ്ട് വിശ്വാസികളായ വിജയികളായ ആളുകൾക്ക് സ്വർഗവും അവിശ്വാസികളായ പരാജയപ്പെട്ട ആളുകൾക്ക് നരകവുമുണ്ട് എന്ന കാര്യം ഒരു മുസ്ലിമിൻ്റെ വിശ്വാസകാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഞ്ചാമതായി പറഞ്ഞിട്ടുള്ള കാര്യവും യൗമുൽ ആഖിറത്തിൽ, പരലോകത്തിലുള്ള വിശ്വാസമാണ്. അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ആദർശമാണ്. അതിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല. ഇസ്ലാം എന്ന മതം സ്ഥാപിക്കപ്പെട്ട വിശ്വാസ സംഹിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം അന്ത്യസമയമുണ്ട് എന്നാണ്. ഈ ലോകം അവസാനിച്ച് മറ്റൊരു ലോകം തുടങ്ങുന്ന അന്ത്യസമയമുണ്ട് എന്നത് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. അതിനെ നിരാകരിക്കുന്നവരുണ്ടാകാം, അത്തരമൊരാശയത്തിൽ വിശ്വസിക്കാത്തവരുണ്ടാകാം. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ്. മാത്രമല്ല, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയവും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചു മനുഷ്യരെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ലോകത്തിൽ അവിശ്വസിക്കുന്ന ആളുകൾക്ക് എത്ര അനിഷ്ടകരമായാലും, അത്തരമൊരു ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് എത്ര അരോചകമായി തോന്നിയാലും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആദർശം കൃത്യമായി പ്രഖ്യാപിക്കുക എന്നതും മാനവ സമൂഹത്തെ ഈ ഒരു ആശയത്തിലേക്ക് ക്ഷണിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിൽ ഒരു ആക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ തന്നെ ഇസ്ലാമിക പ്രബോധകന്മാർ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും അന്ത്യസമയത്തെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ കാര്യം ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന്. എന്നാൽ ആ അന്ത്യസമയം എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴാണ് അത് ഉണ്ടാവുക, അത് സൃഷ്ടികളിൽ ആർക്കും അതിനെ സംബന്ധിച്ച് അറിയില്ല. മലക്കുകൾക്കറിയില്ല, പ്രവാചകന്മാർക്കറിയില്ല, ജിന്നുകൾക്കറിയില്ല, ആർക്കും അറിയില്ല. ഇൽമുസ്സാഅ, അന്ത്യസമയം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. എന്നാൽ ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായി പല അടയാളങ്ങളും ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടും, ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത് ഫഖദ് ജാഅ അശ്റാത്തുഹാ, അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായും അന്ത്യസമയത്തിന് ചില അടയാളങ്ങളുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് ചോദിച്ച ചോദ്യത്തിൽ കാണാം, ഫഅഖ്ബിർനി അൻ അമാറാത്തിഹാ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും, ഖിയാമത്ത് നാളിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. നാം അത് നേരത്തെ മനസ്സിലാക്കിയതാണ്. ഒന്ന് ചെറിയ അടയാളങ്ങൾ, മറ്റൊന്ന് വലിയ അടയാളങ്ങൾ.
ചെറിയ അടയാളങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അത് ഖിയാമത്ത് നാളിൻ്റെ സാമീപ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് വരുന്ന ചില ചെറിയ അടയാളങ്ങളാണ്. വലിയ അടയാളങ്ങളിലേക്കുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ ചെറിയ അടയാളങ്ങൾ. എന്നാൽ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാലോ പിന്നീട് ഖിയാമത്ത് നാളിലേക്ക് അധികം ദൂരമുണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളം ആ ദിവസം വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ വലിയ അടയാളത്തിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നു. വലിയ അടയാളങ്ങളാകട്ടെ ഖിയാമത്ത് നാൾ ഇതാ സമീപസ്ഥമാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദർസുകളിൽ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്.